ഹലോ, ആരാണ്? ആ സി ഐ ഹരിദാസാണ്. ശേഖരേട്ടനില്ലേ അവിടെ? ഒരു സെക്കൻഡ്. ആരാട്? സി ഐ ഹരിദാസാ. കൊടുക്കുന്നേ. ആ പറയടോ. ആ താൻ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ ദേ പുറപ്പെടുന്നു. അരവിന്ദൻ, ഫ്രണ്ട് പേജിൽ മെയിൻ സ്റ്റോറിക്ക് ഒരു 6x15 സ്പേസ് ഇട്ട് വേണം പേജ് സെറ്റ് ചെയ്യാൻ. അല്ല ശേഖരേട്ടാ, വേണോടോ. ഞെട്ടിക്കുന്ന ചില കഥകളുണ്ടാവും നാളത്തെ ജാഗ്രതയില്. രാത്രി വൈകാതെ എത്തി ഞാൻ മോളോടൊന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തോടോ വിയർക്കുന്നേ? ഒന്നുമില്ല. ശരി വഴി. ഹലോ, വെൽക്കം സാർ. ഞാൻ പറഞ്ഞില്ലേ ചേരട്ടെ, മിസ്റ്റർ കെ നമ്പ്യാർ. അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്ത് ശേഖരന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഖദറുകുപ്പായക്കാരൻ അരവിന്ദനൊടുവിൽ മാനസാന്തരം. നന്നായി. മിടുക്കൻ. നീയല്ല, ദേ ഇയാള്, ഈ ഹരിവംശിലാൽ. ശേഖരന്റെ ജാഗ്രതയിൽ നിന്ന് നിന്നെപ്പോലെ രക്തഗുണമുള്ളൊരു ചാരനെ ഇങ്ങനെ വലവീശി പിടിച്ചതിന്. കഴിക്ക. പറയടാ, എന്നിട്ടിപ്പോ എവിടെ ഉണ്ടാവും നിന്റെ ശേഖരേട്ടനും ഹരിദാസും? അല്ല, അത് ആണ്ടവൻ ഹരിദാസിന്റെ മാളങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ ആൾക്കാർ, അല്ലേ? ആമാ. Then come on, trace them. കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് പഴയ കസ്റ്റംസ് ഗാർഡ് മുഹമ്മദ് ഉണ്ണി അടക്കം ഇപ്പോഴീ വിൻസെന്റ് പീറ്റർ വരെ 9 കൊലപാതകങ്ങൾ. ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ട വേറെ പലതും ചേർത്ത് കുറേയേറെ കോടികളുടെ ഇടപാടുകൾ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട് വിശ്വാസിന്റെ പേരിൽ, അല്ലേ? അതെ. വിശ്വനാഥനും ആണ്ടവനും പന്നലാൽ സേട്ടിനുമെതിരെ സകല സത്യങ്ങളും കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ഇവൻ തയ്യാറാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലീൻ കേസ്, അല്ലേ ഹരിദാസ്? യെസ്. അപ്പൊ നാളെ മുതൽ ഇവൻ ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്ന അനുഭവ കഥകളും വിശ്വനാഥന്റെ വീരകൃത്യങ്ങളും ജാഗ്രതയിൽ അച്ചടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാൽ കോടതി. ഈ ടേപ്പ് ഞാൻ തന്നെ സൂക്ഷിക്കും. കോടതിയിൽ ഹാജരാക്കുന്നവരെ ഇവനെ ഹരിദാസും. അല്ലെങ്കിൽ തന്നെ വെറുതെ ആ പാവം വിൻസെന്റ് പീറ്ററിനെ കൊണ്ട് കുരുതി കൊടുത്തില്ലേടോ നിങ്ങള്. ഇവൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിഴയ്ക്കാൻ വേണ്ടി പലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യജീവനായി ഇതും കൊലയ്ക്ക് കൊടുക്കാതെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്കും ഇവനും. പാടോ പാടോ. എന്താടോ, ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടോ അതെനിക്ക്? ഇല്ല സാർ. ഇതൊരെണ്ണം കത്തിച്ച് പിടിച്ചോ, ഒന്ന് ചൂടായിക്കോളും. ശരട്ടൻ വാങ്ങണ്ട. എന്താ തോമസ് പ്രശ്നം? ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. മോളിന്ന് ഡി ഐ ജി വണ്ടി നമ്പർ വിളിച്ചു പറഞ്ഞിട്ടാ. എന്താ കാര്യം? അത് താൻ ഡി ഐ ജിയോട് നേരിട്ട് വിളിച്ചു വെച്ചാൽ മതി. ചെക്ക് ചെയ്യണോ? ഹരിദാസ്, മാറി നിൽക്ക്. മാറി നിൽക്കാൻ പറഞ്ഞു. ഹരിദാസ് വേണ്ട, വിട്.
ഹരിദാസ് വിടാൻ. എടോ കൈയെടുക്കാൻ. എടോ തോമസ്, ദാ ഈ വണ്ടിക്കുള്ളിലുണ്ട് തന്റെ DIG അന്വേഷിക്കുന്നവൻ. പക്ഷെ അവനെ ശേഖരൻ വിട്ടുതരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി തന്റെ DIGയോടും പിന്നെ അവനെയും തന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന സാക്ഷാൽ വിശ്വനാഥനോടും. കേരളോ ശേഖരേട്ടാ, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എനിക്ക് വിട്ടുതരണം അവനെ, ഫ്രെഡിയെ. ദയവേ തന്നെ നിർബന്ധിക്കരുത്. ദാ ഇതെടുത്ത് പ്രയോഗിക്കാൻ. ഹരിദാസ് നിങ്ങളോടാ ഞാൻ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന് ശേഖരനാ. അത് മറക്കണ്ട. വേണമെങ്കിൽ ശേഖരനെ നിന്നെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തിക്കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴടങ്ങി കാണണമെങ്കിൽ അതിനി ഒരു 100 ജന്മം കൂടി ജനിക്കണം. നീ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. അതെ, പറഞ്ഞ വാക്കിന് വില വേണം. ആണുങ്ങളായാലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിയ ഒരു ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാല് പിന്നെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം വേണം. എന്താ ശരിയല്ലേ? അതെ, ഇപ്പൊ ഒന്ന് മൂളിയായിരുന്നോ ശ്രീദേവി ടീച്ചർ? എവിടെ? ഹലോ, അതെ, എവിടുന്നാ? എന്റെ ഭഗവതി. എന്താ കുഞ്ചുസേ, ആരാ? അതെ, കള്ളു കുടിച്ചാൽ അത് വയറ്റിൽ തന്നെ കിടക്കണം, അല്ലാണ്ട് തോന്നിയാസം കാണിക്കരുത്. എന്താ കുഞ്ചുമാവാ, എന്തു പറ്റി? കുന്തം ഫിറ്റാടാ, ഫിറ്റ്. കണ്ടില്ലേ വാ പൊത്തി പിടിച്ച് നിൽക്കുന്നത്? ഇന്നേ പത്രാധിപർ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു ഞാൻ. ആഹാ, ഇങ്ങ എത്തിയല്ലോ. എന്തു പറ്റിയാവോ? അയ്യോ, ഞാൻ വിചാരിച്ചു പത്രാധിപർ അദ്ദേഹത്തിന്റെ വരവാണെന്ന്. നല്ല ആൾക്കാരാ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ കയറി വരുന്നതിന് പകരം ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ മാധവേട്ട? എന്തെങ്കിലും അത്താഴം ഒരുക്കി വെച്ചേനല്ലോ ദേവു. വരൂ. എന്താ മാധവേട്ട, എന്തു പറ്റി? നന്ദൻ, പ്ലീസ്, എന്താ പറ്റിയത്? ദേവു, അത് നന്ദൻ, പ്ലീസ് പറയണം, എന്താ സംഭവിച്ചത്? എന്റെ അച്ഛൻ എന്തെങ്കിലും? നന്ദൻ, പറയാനാ പറഞ്ഞത്. പ്ലീസ്, എന്താ പറ്റിയത് അച്ഛന്? ദേവു, ശേഖരേട്ടൻ ദേവു, ദേവു, ഞാൻ പറയുന്നതൊന്ന്.
ഇത് ഇവിടെ അല്ല ഹരി, ഇത് അകത്തെ പേജിൽ പോകും. എന്നിട്ട് ഇവിടെ അനുശോചനങ്ങളുടെ തീരാപ്രവാഹം. ഇവിടെ അല്ലേ? ആ അങ്ങനെ. മോളിങ്ങി വന്നോ? എന്തേ അരവിന്ദേട്ടൻ പെട്ടെന്നൊരു ലോങ് ലീവ് ചോദിച്ചു കേട്ടല്ലോ. ആ, ഒരു 3 ആഴ്ചത്തേക്ക്. വയ്യ മോളെ. ശേഖരേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി പോയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു നീറ്റല്, വല്ലാത്തൊരു വീർപ്പുമുട്ടല് ഈ ഓഫീസിന്റെ ഉള്ളില്. തിരിച്ച് രാഷ്ട്രഭൂമിയിലേക്ക് തന്നെ പോവാൻ അരവിന്ദേട്ടൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നും കേട്ടു. അയ്യോ മോളോട് ഇതാര്? ഇന്നലെ രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ ചെന്ന് കണ്ടിരുന്നു, കോട്ടയ്ക്കൽ വെച്ചിട്ട്. അല്ലേ? അയ്യോ അത് വെറും ചുമ്മാ. അദ്ദേഹത്തിന്റെ പിഴിച്ചിൽ എങ്ങനെയുണ്ട്, കിഴി എങ്ങനെയുണ്ടെന്നെല്ലാം സുഷമ വെറുതെ ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചപ്പോ എന്താ പറയാ, കുട്ടി നേരിട്ട് വന്ന് എന്റെ അസുഖം അറിഞ്ഞാ മതിന്ന് നരേന്ദ്രേട്ടന് ഒരൊറ്റ വാശി. പിന്നെ സുഷമയ്ക്ക് ഒരു കൂട്ടിന് വെറുതെ കൂട്ടത്തിൽ ഞാനും പോയി ചെന്ന് കണ്ടു എന്നല്ലാതെ. ഞാൻ വിവരം അറിഞ്ഞതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ ഹരി, തീർന്നില്ലല്ലോ ഇതുവരെ? ആ തീർന്നു. അനുശോചനങ്ങളുടെ തീരാ പ്രവാഹം. ശേഖർജിയുടെ ദേഹവിയോഗത്തില് ആരൊക്കെയാണാവോ ഇപ്പോഴും നിർത്താതെ കണ്ണീരൊഴുക്കുന്നത്? അത് സംസ്ഥാന സഹകരണ മന്ത്രി ജർമ്മനിന്ന്, പിന്നെ അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ വെച്ച് വിവരം അറിഞ്ഞിട്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ് പി.കെ. ആൻഡ്രൂസ് ഡൽഹിന്ന്. അല്ലേ? അതെ. പിന്നെ കിടന്ന കിടപ്പിൽ നമ്മുടെ രാഷ്ട്രഭൂമി നരേന്ദ്രേട്ടൻ ഒരു സന്ദേശം പറഞ്ഞു തന്നു ശേഖരേട്ടനെ കുറിച്ച്. നേരിട്ട് സ്ഥലത്തില്ലായിരുന്നെങ്കിലും പകരക്കാര് വശം നല്ല അസല് റീത്ത് കൊടുത്തയച്ചിരുന്നു ഇവര് 4 പേരും. അവന്റെയൊക്കെ റീത്തിന്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടി പറഞ്ഞിട്ടുണ്ടാവും എന്റെ അച്ഛൻ. മോളെ, കാഴ്ച ബംഗ്ലാവിലെ കാണ്ടാമൃഗം ചെരിഞ്ഞാലും റീത്ത് വെക്കാൻ ഇളിച്ചു കാട്ടി നിൽക്കുന്ന ഇവന്റെയൊക്കെ പേര് പോലും മേലാൽ അച്ചടിച്ചു പോരുത് ശേഖരന്റെ ഈ പത്രത്തില്. അല്ല മോളെ, ഒരു മരണമെന്നൊക്കെ പറയുമ്പോ ആരോടായാലും ചില ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം നമ്മള്. പ്ലീസ്. ഇനി ഞാനായിട്ട് ഒരു ധിക്കാരം കാണിച്ചൊന്നും വേണ്ട. കയറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞോളൂ, അവിടെ അവന്റെയൊക്കെ സ്ഥാനം. ആ പിന്നെ മോളെ, ഒരു മിനിറ്റ്, ഇതിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോ ആറം പറഞ്ഞിട്ടാ ഞാൻ വിവരം അറിയുന്നത്. ബാങ്കിൽ നിന്നുള്ള നമ്മുടെ ലോണിന്റെ കുടിശ്ശികയ്ക്ക് ജപ്തി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുക അവര്. അല്ല, ഇനിയിപ്പോ ശേഖരേട്ടൻ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് മോളിൽ നിന്നുള്ള പ്രഷറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാന്നാ ആറമ്മന്റെ സ്റ്റാൻഡ്. മോളുടെ ഈ കഷ്ടപ്പാട് ഓരോന്നിങ്ങനെ കാണുമ്പോ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്കിത് ആർക്കെങ്കിലും അങ്ങ് വിറ്റ് കളഞ്ഞാലോ മോളെ ഈ പത്രം. അല്ല, കേൾക്കുമ്പോ മോൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാഞ്ഞിട്ടല്ല അരവിന്ദേട്ടന്. പക്ഷെ ഇപ്പോഴാവുമ്പോ ചിലരെങ്കിലും അങ്ങ് നിൽപ്പുണ്ട് ജാഗ്രത വാങ്ങിയാൽ കൊള്ളാന്നുള്ള താല്പര്യത്തില്. ഇനി ഇതും കൂടെ അങ്ങ് നിന്ന് പോയാ പിന്നെ ആരാ അരവിന്ദേട്ടന് മനസ്സിൽ? അങ്ങനെ പ്രത്യേകിച്ച്. ആ ഇടയ്ക്ക് സുഷമ വിളിച്ചപ്പോ താല്പര്യം പോലെ പറഞ്ഞിരുന്നു നമ്മുടെ വിശ്വേട്ടൻ, ട്രാവൻകൂർ ന്യൂസ് പേപ്പേഴ്സ് കമ്പനി ചെയർമാൻ വിശ്വനാഥൻ. മോള് വിശ്വേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കിയാലേ. മോളെ, എന്താ ഇത്? സ്വന്തം ജീവിതം കൊടുത്ത് നിലനിർത്തിയതാ എന്റെ അച്ഛൻ ഈ പത്രം. എന്നിട്ട് ഞാനിത് വിശ്വനാഥനെ പോലെ ഒരു റെച്ചഡ് 4th rate രോഗിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് അടിയറവ് പറയണം, ഏറ്റെടുക്കാൻ അപേക്ഷിക്കണം, അല്ലേ? ഉളുപ്പില്ലാതെ പോയാലും അരവിന്ദേട്ടൻ നിങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ. You are so dirty, so cheap, so nasty. അയ്യോ മോളെ, ഞാൻ മോളെ. എടോ അരവിന്ദൻ, മേലാലെന്തെങ്കിലും വേണ്ടാതരം വിളമ്പിയിട്ട് ആ കുഞ്ഞിനെ ദണ്ഡിപ്പിച്ചാലുണ്ടല്ലോ തല അല്പം നരച്ചു പോയെന്നൊന്നും കണക്കാക്കേണ്ടതാണ്. ഓടിച്ച് ചെടിയെ പൊട്ടിക്കും. അയ്യോ മാഷ, ഇറങ്ങി പോടാ അവിടുന്ന്. അയ്യേ, ആരെങ്കിലും ഒരു പോഴത്തം പറഞ്ഞെന്ന് വെച്ചാൽ അതിനിങ്ങനെ കരയാൻ അവളൊരു നാണക്കേട് കരുത. എണീറ്റേ അവിടുന്ന്. എന്താ മോളെ ഇത്? മോൾ എന്തിനാ ഇങ്ങനെ വെറുതെ? ഏയ്, അതിനോട് ഇപ്പൊ എന്ത് പറ്റിയെന്നാ? ഇത് കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല എനിക്ക്. വേണ്ട വേണ്ട, ഇനി എന്റെ കണ്ണു നിറയില്ല. അത് കണ്ടിട്ട് പിന്നെ ഇവിടെയുള്ളവർ കൂടി വിഷമം തോന്നിക്കണ്ട എന്നൊക്കെ വലിയ കാര്യത്തിൽ വാക്ക് പറഞ്ഞതാ കാലത്തിങ്ങോട്ട് പുറപ്പെടുന്ന മുൻപ്. എന്നിട്ടിപ്പോ കുഞ്ചൂസേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ മൂക്ക് പിഴിയാനും നിലവിളിക്കാനും ഒന്നും പുറപ്പെടണ്ട കേട്ടല്ലോ.
അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഒരു ഭാഗത്ത്. ആ അശ്വതി, പണ്ടൊരു 6-7 മാസക്കാലം സ്വന്തം വാറ്റുപരയിലെ ശേഖരജി ഒളിപ്പിച്ചിരുത്തിയ ഒരാളുടെ അനുഭവക്കുറിപ്പാ. കുഞ്ചൂസിന് ഓർമ്മ കാണും. ഇടയ്ക്ക് പറയാറില്ലേ അച്ഛൻ, ആദ്യമായിട്ട് റാക്ക് കുടിക്കാൻ പഠിപ്പിച്ച ഒരു രാഹുണ്യേട്ടനെ കുറിച്ച്. ആ ആൻഡ്രൂസിന്റെ നരേന്ദ്രന്റെ ഒക്കെ അനുശോചനത്തിന് പകരം ദാ ഇത് കൊടുക്കാം നമുക്ക്. ദിസ് ഇസ് സോ ടച്ചിങ്. ഓ, വായിച്ചപ്പോ വല്ലാണ്ട് കണ്ണു നിറഞ്ഞു പോയി എനിക്ക്. ആ, അങ്ങനെ ശേഖരന്റെ മരണം അതങ്ങ് കഴിഞ്ഞു. ഇതിപ്പോ ദിവസം 3-4 നമ്മൾ ഇത് തന്നെ ഫ്രണ്ട് പേജിൽ വെച്ച് കളിക്കുന്നു, ഇല്ലേ നന്ദൻ? അല്ല, സംഭവം സ്റ്റൈലായി തുടങ്ങിയില്ലേ എന്നൊരു സംശയം. നാളെ മുതൽ നിങ്ങൾ അകത്തെ പേജിലോട്ട് തള്ളിയാലോ? എന്നാ? അല്ല, PA വിളിച്ചപ്പോ ഗൗരവമായിട്ടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ചീഫ് എഡിറ്റർക്ക്. ആ, ചുറ്റിക്കറങ്ങി അതേലോട്ട് തന്നെ വരുവാടോ തന്റെ ഈ ചീഫ് എഡിറ്റർ. അതായത് കേട്ടോ നന്ദൻ, നമുക്ക് ഇന്ന് വെളുപ്പിന് കിട്ടിയ കണക്കും കൂടെ വെച്ച് നോക്കുമ്പോ മൊത്തം 8,47,314. അതാ ഇപ്പൊ നമ്മുടെ കേരള വിസ്മയുടെ ഒരു ടോട്ടൽ സർക്കുലേഷൻ. എന്നാൽ ഇനി വരാൻ പോണ ഒരു 4 മാസം കൊണ്ട്, അതായത് അടുത്ത ABC കണക്കെടുപ്പിന് മുമ്പ് നമുക്കൊരു 10 ലക്ഷത്തെ കൊണ്ട് മുട്ടിക്കണം. ഒരു സർക്കുലേഷൻ ബുക്ക് എന്നാ വേണ്ടായോ? പക്ഷെ അതിന് ആ ചുമ്മാതൊക്കെ വില, അതിലെ കൃത്രിമങ്ങളും കൂടെ വേണ്ടിവരും എന്ന് അല്ലേ? അല്ല, ആ, എന്നാട്ടേണ്ട അതിനുള്ള മരുന്നാ ദേ ഇതില്, കൃത്രിമത്തിന്. ആ, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ അനന്തനാരായണൻ നമ്പി, ഡോക്ടർ KP അടിയോടി. ശാസ്ത്രജ്ഞന്മാരാ നമ്മുടെ ബഹിരാകാശ കേന്ദ്രത്തില്. അറിയാം. ആ, എന്നാ മറിക്ക്. പെൺകൊച്ചുങ്ങൾ കാഴ്ചക്ക് കൊള്ളാം, പേശകായില്ലയോ? അപ്പൊ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും ഇവിളുമാരെയും കൂട്ടിച്ചേർത്ത് വെച്ച് ഇത്തിരി കൊള്ളിക്കരുതാഴിക പറഞ്ഞാല് അതാര് കേട്ടാലും അതങ്ങ് നമ്പും, ഇല്ലേ നന്ദൻ? അതേടോ, കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് സ്പേസ് ഫിസിക്സ് കോൺഗ്രസിന് ചിക്കാഗോയിൽ ചെന്നിറങ്ങിയ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരും പിന്നെ തേണ്ടി പെമ്പിള്ളേരും ഒരുമിച്ച് ഒരേ ഹോട്ടലിലായിരുന്നു പൊറുതി. തേണ്ടി ഇതിലുണ്ട് കള്ളാസ്. So you mean? എടോ, ഒരുമിച്ച് പൊറുത്തു എന്ന് പറഞ്ഞാല് ഒരേ മുറിയിലാന്നല്ല, ഒരേ ഹോട്ടലില് ഒരേ സമയത്ത് ഒരേ ദിവസങ്ങളില്. എന്നാ അത് പോരായോ? Sir, but can't it just be a coincidence? ആയിക്കോട്ടെ നന്ദൻ, അതാര് നോക്കുന്നു? ഒരുമിച്ചല്ലേലും ഒരുമിച്ചായിരുന്നു എന്ന് നമ്മളങ്ങ് വരുത്തി തീർക്കും. അതിന് വേണ്ടപ്പെട്ട ചില രേഖകൾ ഉണ്ടാക്കി അയക്കാൻ അമേരിക്കയുടെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഇത്തിരി ചക്രവും കൂടെ കൊടുത്ത് ഏൽപ്പിച്ചാ ഇത്തവണ അവിടെ നിങ്ങോട്ട് പോന്നിരിക്കുന്നത് തന്റെ ഈ ചീഫ് എഡിറ്റർ. ഇന്ത്യൻ ബഹിരാകാശ തന്ത്രങ്ങൾ ചോരുന്നു, വിദേശചാര സുന്ദരിമാർക്കൊപ്പം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, ഭാരതം അപകടത്തിൽ. Sir, but this is absurd. യാതൊരു ബേസും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ഇവരുടെയൊക്കെ ഫാമിലീസ്, സോഷ്യൽ ലൈഫ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വാഴയ്ക്കാത്തൊലി. എടോ നന്ദൻ, ആരുടെയൊക്കെ എന്നാക്ക ഒടിഞ്ഞാലും ശരി, പറഞ്ഞല്ലോ ഐ വാണ്ട് എ സർക്കുലേഷൻ ബുക്ക്. എനിക്ക് 10 ലക്ഷം പത്രം അടിച്ച് വിൽക്കണം, പരസ്യരേറ്റ് കൂട്ടണം, കൊച്ചുമക്കൾക്ക് വേണ്ടി 10 ഏക്കർ മിച്ചം പിടിക്കണം. അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്നെ മനസ്സിലായോ അതെനിക്ക്? ഇല്ല സർ, ഐ ഡിഡ് നോട്ട് ഗെറ്റ് യു. ഇല്ലാത്ത ചാരസുന്ദരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കവിരിയിൽ എത്ര പേരുടെ വിയർപ്പിറ്റു, എത്ര തുള്ളി രേതസിറ്റു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ്, സിക്കനിങ്, റിപ്പൾസീവ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ട് സർക്കുലേഷൻ ബൂമുണ്ടാക്കുന്ന പത്രധർമ്മത്തിന്റെ പടിന്യായങ്ങളും എനിക്ക് മനസ്സിലാവില്ല. For they are too tough for my convictions to grasp. For they are too difficult for my conscience to digest. Please sir, ഇല്ലാത്ത രാജ്യദ്രോഹ കഥകളിലും ഇല്ലാത്ത വാണിഭ കേസുകളിലും പ്രതികളെന്ന് മുദ്രകുത്തി പ്രായം തികഞ്ഞ സ്വന്തം പെൺമക്കളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിൽ പലരെയും ജീവിതത്തിൽ നിന്ന് പടിയിറക്കി പിണ്ണം വെച്ചിട്ടുണ്ട് അങ്ങയുടെ ഈ മഹാപാരമ്പര്യമുള്ള പത്രം. നന്ദൻ, വെറും ഒരു കുരുവിത്തരം ബേബിച്ചോടല്ല കേരള ചീഫ് എഡിറ്റർ ഔദക്കുട്ടിച്ചാനോടാ താനീ സംസാരിക്കുന്നത്. സോ സ്റ്റോപ്പ് ദ നോൺസെൻസ്. തനിക്ക് സമ്മതമാണെങ്കിലും ശരി അല്ലേലും ശരി, വരുന്ന തിങ്കളാഴ്ച മുതൽ കേരള അച്ചടിച്ചു തുടങ്ങും ഈ ചാരക്കഥ. എന്താ, തയ്യാറുണ്ടോ താൻ? Just say yes or no. No sir, a big blatant no. അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ ഈ നന്ദഗോപാൽ ഇരിക്കുവോളം ഇങ്ങനെ ഒരു കെട്ടുകഥ അച്ചടിച്ചു വരില്ല കേരള രശ്മിയിൽ. It is my prerogative to say no. എന്നാ പിന്നെ നാളെ മുതൽ അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ തനിക്ക് വരെ കുരുവിത്തരം ബേബിച്ചങ്കർ ഇരുന്നാലോ നന്ദൻ? Impossible sir. ഇങ്ങോട്ട് പുറപ്പെടും മുമ്പ് ഡൽഹിയിൽ അങ്ങയുടെ മൂത്ത മകൻ രവി ജോസഫും ഞാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി വേണമെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. എസ്പെഷ്യലി അതിലെ ക്ലോസ് നമ്പർ 3. 3 വർഷത്തേക്ക് നന്ദഗോപാലിനെ ഇവിടെ നിന്ന് പിരിച്ചയക്കാൻ അങ്ങേക്ക് അധികാരമില്ല. For various reasons, unless I wish to be sacked. And I am sorry, sir. Sorry for being impolite. And mind you, sir,
റബ്ബർ മരം വെട്ടിമുറിച്ചാൽ ഇറ്റ് കിട്ടുന്ന കറ കൊണ്ട് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ കെട്ടിയുയർത്താം, അതിനങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒപ്പം ഒരു പത്ര സാമ്രാജ്യം കെട്ടിയുറപ്പിക്കാനുള്ള വെമ്പലിൽ കണ്ണിൽ കാണുന്നതിന്റെ എല്ലാം നേർക്ക് കത്തി വീശാൻ അങ്ങ് തുനിയുമ്പോൾ മുറിയുന്നത് മരമല്ല സർ, മനുഷ്യ ഹൃദയങ്ങളാണ്. ഇറ്റ് വീഴുന്നത് കറയല്ല, നിരപരാധികളുടെ കണ്ണീരും ചോരയുമാണ്. അതിൽ നിന്ന് കെട്ടിയുയർത്തുന്നതൊന്നും ഒരു സാമ്രാജ്യവും ശാശ്വതമാവില്ല. അവിടെ കുട്ടിച്ചായൻ, പ്ലീസ് കീപ് ദാറ്റ് പ്രിന്റഡ് ഇൻ യുവർ മൈൻഡ്. ഗംഭീരം നന്ദഗോപാൽ, അതിഗംഭീരം. പറഞ്ഞു കേട്ടതിനേക്കാൾ വാക്ചാതുരി, അറിഞ്ഞു വെച്ചതിനേക്കാൾ ചങ്കൂറ്റം. ഐ ഫീൽ സോ പ്ലീസ് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഇല്ലടോ, ഞാൻ ഈ നന്ദഗോപാലിനെ ചുമ്മാതൊന്ന് വളച്ചു നോക്കിയതാ ഒടിയോന്നറിയാൻ. എന്നാ നന്ദന് മനസ്സിലായോടോ വിശ്വനാഥനെ? അറിയും സർ. പണ്ടേതോ ചതിയിൽ അങ്ങയുടെ അനുജൻ പാട്ടത്തിൽ ചെറിയാച്ചൻ അവകാശപ്പെട്ട ഷെയറുകൾ കൈവശപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായി കേരള രശ്മിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയ ഔട്ട്സൈഡർ. ഒറ്റയ്ക്ക് നിന്നാൽ പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അങ്ങേക്കാൾ ശക്തൻ. നാളെ ഒരുപക്ഷെ ഈ അച്ഛന്റെ കാലം കഴിഞ്ഞാൽ തമ്മിലടിക്കുന്ന മക്കളുടെ തലയ്ക്ക് മീതെ കേരള രശ്മിയിലെ സർവശക്തൻ. And he is the most intimidating enemy whom you sleep with. Am I right, Mr. Vishwanathan? Bye, sir. വല്ലാത്തൊരു വിത്തുഗുണമുള്ള തീയാണവൻ, സൂക്ഷിക്കണം. He comes from such a dangerous lineage of fire.